യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്രീമിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് മറ്റാരുമല്ല, ഗ്ലൈക്കോ-6. ഗ്ലൈക്കോ-6ൻ്റെ കണ്ടന്റ് വരുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ, അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട്, അതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറാനും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു പരിധി വരെ നമ്മുടെ ആക്നെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ കെമിക്കലി എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഒരുപാട് ഏജിങ്ങിലോട്ട് പോകുന്നത്. നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ഫേസ് ഒക്കെ ആയാലും ഒരുപാട് ഏജിങ്ങിലോട്ട് പോകുന്നത്. അതായത് ഇപ്പം നമ്മൾക്കൊരു 30 വയസ്സുള്ള ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ 10, 40, 50 വയസ്സുള്ളവരെ പോലെ തോന്നാറുണ്ട്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏജിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരാം, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരാം. ഗ്ലൈക്കോ-6 എന്ന് പറയുന്നത് ഒരു OTC മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അപ് ടു 10% മാത്രം, അതായത് 10% കോൺസെൻട്രേഷൻ വരെ മാത്രമേ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. സത്യത്തിൽ നമുക്കൊരു 10%ൻ്റെ ഉള്ളിൽ കോൺസെൻട്രേഷൻ വരുന്ന ക്രീമിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതിന് മുകളിലോട്ട് കോൺസെൻട്രേഷൻ വരുന്നത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇറിറ്റേഷനും സൈഡ് എഫക്റ്റും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെതറും ക്ലൈമറ്റും ഒക്കെ ബേസ് ചെയ്തായാലും നമുക്ക് ഇതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു കോൺസെൻട്രേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഏതെങ്കിലും ഡീപ്പർ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് എബോവ് 10% സ്ട്രെങ്തിലോട്ട് ചൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് മറ്റ് ആസിഡുകളെ അപേക്ഷിച്ച് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മറ്റ് ആസിഡുകളെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ വേറെ ക്രീംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് ഗ്ലൈക്കോ-6. അതുപോലെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കാണ് ഇത് കൂടുതലും സ്യൂട്ടാകുന്നത്. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ട്രെങ്ത് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ന് ക്രീം ഇടുവാണെങ്കിൽ നാളെ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ക്രീം എന്തിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് സാലിസിലിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം, കോജിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ യൂസ് ചെയ്യാനായിട്ട് പാടില്ലാത്തത് നമ്മുടെ ക്രീംസിനകത്ത് വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് വരുന്ന ക്രീംസിനകത്ത് യൂസ് ചെയ്തുകൂടാ. അതുപോലെ തന്നെ റെറ്റിനോള്, ട്രെറ്റിനോള് ഇതിൻ്റെ കൂടെ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഈ ക്രീം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് AM റൊട്ടീനിലും സ്കിൻ കെയർ റൊട്ടീനിലും PM സ്കിൻ കെയർ റൊട്ടീനിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് യൂഷ്വലി നമ്മൾ എല്ലാ ക്രീംസും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യുക, ദെൻ നമ്മുടെ സെറമോ എന്തെങ്കിലും ടോണറോ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടണം. മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് 2-3 മണിക്കൂർ കഴിയുമ്പം റിപ്പീറ്റായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണം. അതുപോലെ സൺസ്ക്രീൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഏത് ക്രീമാണോ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയില്ല. അത് മാത്രമല്ല, നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതായത് നമുക്ക് സൈഡ് എഫക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നല്ല വെയിലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ക്രീം റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസൊക്കെ ഒന്നും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല വെയിലത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഈ ക്രീം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ എനിക്ക് ഈ ക്രീം അപ്ലൈ ചെയ്തപ്പോൾ എത്ര നാൾ കൊണ്ട് റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരുപാട് റീൽസിലും അതുപോലെ വീഡിയോസിലും ഒക്കെ കാണുന്നതാണ് 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടൊക്കെ വെളുക്കാമെന്നൊക്കെ. അതൊക്കെ വെറുതെ ചുമ്മാതെ പറയുന്നതാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഹൈലി സ്റ്റിറോയിഡൽ ക്രീംസ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന കാരണത്താൽ നമ്മുടെ കിഡ്നി പ്രോബ്ലംസ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കരുത്. അങ്ങനെ 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും ഒക്കെ റിസൾട്ട് കിട്ടുന്ന ക്രീം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്റ്റിറോയിഡ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ വിസിബിൾ ചേഞ്ച് കിട്ടുന്നത് 1 മാസം തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വിസിബിൾ ചേഞ്ച് നമുക്ക് കിട്ടും. ഞാൻ ഈ ക്രീം യൂസ് ചെയ്തത് എൻ്റെ എൽബോയിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. യൂസ് ചെയ്ത് ഒരു 1 വീക്ക് 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ ഒരു മാസം യൂസ് ചെയ്തപ്പം നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഉപയോഗിച്ച് ഒരു 7-8 ദിവസം കൊണ്ട് റിസൾട്ടൊന്നും കിട്ടുകയില്ല. നമ്മൾ കണ്ടിന്യൂസ് 1 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ ഈ ക്രീം യൂസ് ചെയ്തിട്ട് അങ്ങനെ സൈഡ് എഫക്റ്റ് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല, അതുപോലെ എനിക്കും തോന്നിയിട്ടില്ല. അഥവാ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്ത് ക്രീം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഓവർ സൈഡ് എഫക്റ്റ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ലെങ്കിലാണ് നമുക്ക് സൈഡ് എഫക്റ്റ് വരാനുള്ള ചാൻസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വേറെ കണ്ടൻറ്റിൻ്റെ കൂടെ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഏത് കണ്ടൻറ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ കണ്ടൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അതുപോലെ ഏത് സ്ട്രെങ്തിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ ആ ഒരു സ്ട്രെങ്തിൽ മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് സൈഡ് എഫക്റ്റ് വരുന്നില്ല. നിങ്ങളൊരു പ്രഗ്നൻറ്റ് വുമണോ അല്ലെങ്കിൽ ഒരു ഫീഡിങ് മദറോ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ക്രീം അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏത് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ കൈകൊണ്ട് മുകളിലോട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും അത് താഴോട്ട് അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിൽ ഡബിൾ ചിന്ന് വരാനും ഫേസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ക്രീമിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.